ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോ തുടക്കം തന്നെ എനിക്കൊരു നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊരു ബന്ധത്തിൻ്റെയും, അതായത് പ്രണയമാവട്ടെ, സുഹൃബന്ധങ്ങളാവട്ടെ, അങ്ങനെ എന്ത് സംഭവമാണെങ്കിലും ആ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷ്, എന്തെങ്കിലും ഒരു ഈഗോ കടന്നു വന്നു കഴിഞ്ഞാൽ ആ ബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് വളരെയധികം പാടാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രൊമോ ആദ്യം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നി. കാരണം ആര്യ വളരെ കാര്യമായിട്ട് ഇന്ന് നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാം. വളരെ കാര്യമായിട്ട് അർജുൻ അഞ്ജലിയുടെ ചരട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മുടെ അഞ്ജലിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാ അഞ്ജലി എന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ ഈ ചരട് അമ്മ കെട്ടിത്തരുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, നീ പൂജിച്ചതാണ്, എന്താണ് സംഭവം, അങ്ങനെയൊക്കെ അഞ്ജലി ആര്യയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും അഞ്ജലിക്ക് ഏകദേശം മനസ്സിലായി ഇത് രാജീവിന്റെ കയ്യിലിരുന്നാണ്, അർജുന്റെ കയ്യിലിരുന്നാണെന്ന്, അർജുൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു എന്ന് അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴും നമ്മുടെ അഞ്ജലി ആ ഒരു ഈഗോ വിട്ടൊരു കളിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ വന്നു കഴിഞ്ഞിട്ട് കല്യാണം ഇപ്പൊ വേണ്ട, താല്പര്യമില്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ള സത്യത തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് ഒരാളെ വേദനിപ്പിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? എനിക്ക് അങ്ങനെ സത്യമായിട്ടും തോന്നി. എപ്പോഴും അങ്ങനെ പൊലിപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ എത്രയോ വട്ടം അഞ്ജലിയെ ഫോൺ വിളിക്കുന്നുണ്ട്, അഞ്ജലിക്ക് വേണ്ട കാര്യങ്ങൾ പത്മ കേസിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അർജുൻ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും നമ്മുടെ അർജുൻ എന്താണ് പറയാനുള്ളത് എന്ന് അഞ്ജലി ഒരു തവണ പോലും ശ്രമിച്ചിട്ടും ഇല്ല. പലവട്ടം നമ്മുടെ അർജുൻ വന്നപ്പോഴൊക്കെ ഒഴിവാക്കി വേദനിപ്പിച്ച് വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇത്രയൊക്കെ വേണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊമോ കണ്ടപ്പോഴും ആദ്യത്തെ സീൻ കണ്ടപ്പോഴും അങ്ങനെ തോന്നി. വളരെ കാര്യമായിട്ട് ആര്യ കാര്യങ്ങളൊക്കെ അഞ്ജലി ബോധിപ്പിക്കാൻ വേണ്ടി അർജുൻ ഇത്രയും നാള് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ചരട് കൊടുക്കുമ്പോഴും അതിന്റെ വാല്യൂ അഞ്ജലിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സങ്കടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അഞ്ജലി പെരുമാറിയത് എന്നറിയില്ല. എന്താണെങ്കിലും അതൊരു ശരിയായ ഒരു സംഭവമല്ല. ഈഗോയുടെ ആവശ്യമില്ല. ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ, എന്ത് ബന്ധങ്ങളാണെങ്കിലും മുമ്പോട്ട് പോകണമെങ്കിൽ ഈഗോയാണ് എപ്പോഴും തടസ്സമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ അഞ്ജലി അർജുൻ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനെ സംബന്ധിച്ചുള്ള ഈഗോ ഒന്നുമില്ല. പക്ഷെ ഈ അർജുന് വേദനിപ്പിച്ചു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അഞ്ജലി ഇങ്ങനെ അകന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ. അഞ്ജലിയെ കാണാനായിട്ട് ഒരു പയ്യൻ വന്നു. അപ്പൊ ചെറുക്കനെ കണ്ടു. ആ ചെറുക്കന് കുഴപ്പമില്ല. അഞ്ജലിയുടെ മനസ്സും ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുള്ളിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഈ പയ്യന്റെ അച്ഛനും അമ്മയും ഈ സ്ത്രീധനമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേനും അഞ്ജലിയുടെ മനസ്സിൽ ആ അഡ്വക്കേറ്റ് അഞ്ജലി ഉണർന്നു. അങ്ങനെ വലിയ സീനെ അവരെ ഇറക്കി വിടുന്ന സിറ്റുവേഷൻ വരെ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അഞ്ജലി പറഞ്ഞു, നിങ്ങൾക്ക് ശിക്ഷ വരെ ഞാൻ വാങ്ങിച്ചു തരാം, 2 വർഷം ശിക്ഷ വരെ എനിക്ക് വാങ്ങിച്ചു തരാനായിട്ട് പറ്റും, അതുകൊണ്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ സമയം തരും, നിങ്ങൾ വേഗം ഇറങ്ങിപ്പോക്കുമെന്ന് പറയും. അങ്ങനെ അവരിറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ കല്യാണ കേസ് എന്താണെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അത് മുടങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അഞ്ജലിയുടെ ഉള്ളിൽ ഇത് മുടങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം. എങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിരുന്നത്. പക്ഷെ അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ചെറുക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടമാണോ അതൊന്നും അല്ല, അവർ തമ്മിൽ ഓക്കെ. അപ്പൊ തന്നെ അടുത്ത സംസാരം എന്ന് പറയുന്നത് പെണ്ണിന്റെ വീട്ടുകാർ എന്ത് ചെറുക്കിന് കൊടുക്കുമെന്നാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് അഞ്ജലിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്താണെങ്കിലും ആ സംഭവം ഇന്ന് എന്തായാലും കുളമായി, അത് മുടങ്ങി എന്നുള്ളതാണ്. എന്താണെങ്കിലും വേറൊരു വലിയൊരു സംഭവം ഇന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. ശംഖുചക്രം തറവാട്ടി വെച്ചിട്ട് അർജുനാണ് മറ്റേ അതായത് നമ്മുടെ മുരളിയെയും പെങ്ങളെയും ആക്രമിക്കാൻ ചെയ്യുന്ന ഗുണ്ടകൾ ഇടിച്ച് ഇഞ്ചി പരുവാക്കിയിട്ട് ജാഫർ സിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അർജുനാണെന്നുള്ള സംഭവം ഇന്ന് നമ്മുടെ രാഘവനുണ്ണി വക്കീൽ അറിഞ്ഞായിരുന്നു കേട്ടോ.
അപ്പൊ പുള്ളി അതിന്റെ കലിപ്പിൽ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അർജുന വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്, പത്മേനെ കൊണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് വരികയും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അർജുനോട് ഇതിനെപ്പറ്റി നമ്മുടെ രാഘവനോട് ചോദിക്കും, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ പത്മയെ രക്ഷിക്കാനായിട്ട് നടക്കുകയാണ്, ഒരു വീട്ടിനുള്ളിൽ തന്നെ എനിക്കെതിരായിട്ട് നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ്, ഇത് ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഒരസലുകള് രാഘവനുണ്ണിയും അർജുനും തമ്മിൽ ഉണ്ടായി കേട്ടോ. ഈ സമയത്ത് തന്നെ അഭിയും ഇറങ്ങി വരും. അഭി ഇതിൽ ഇടപെടും. അർജുനല്ല തെറ്റുപറ്റാൻ പോകുന്നത്, പണി കിട്ടാൻ പോകുന്ന അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഈ അഭിയും രാഘവനുണ്ണിയോട് പറയും, ഈ നമ്മുടെ അനുപമയുടെ താളത്തിനൊത്ത് അച്ഛൻ തുള്ളാൻ വേണ്ടി നിൽക്കുകയാണ്, മറ്റുള്ളവര് പറയുന്നത് കേൾക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അച്ഛന് പണി കിട്ടും എന്നൊക്കെ പറയും. അപ്പൊ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേന് രാഘവനുണ്ണിക്ക് ആകെ ദേഷ്യം വരും. പറയും, എൻ്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ താല്പര്യം ഉള്ളവർ മാത്രം ഈ ശംഖചക്രത്തിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം എന്ന രീതിയിലൊക്കെ ഒരു കാര്യങ്ങളാണ് രാഘവനുണ്ണി ഇന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് രാഘവനുണ്ണി പോയി. അതിനുശേഷം നടന്നൊരു സംഭവം എന്ന് പറയുന്നത്, അഭി നൈസായിട്ട് ചോദിക്കുകയാണ്, നീ എന്തുദ്ദേശത്തിലാണ് പത്മയെ സഹായിക്കുന്നത്? പത്മയെ സഹായിക്കാൻ എന്ന രീതിയിൽ ചമഞ്ഞ് നീ ആ അഡ്വക്കേറ്റിനെ വളച്ചെടുക്കാനുള്ള പരിപാടിയല്ലേ എന്ന് വളരെ ഓപ്പണായിട്ട് അഭി ഇന്ന് നമ്മുടെ അർജുനോട് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് അർജുൻ ഇങ്ങനെ മൗനത്തോടു കൂടി നിൽക്കുകയാണ്. എന്താണ് അഭിയോട് പറഞ്ഞത് എന്ന് നമുക്കറിയത്തില്ല. മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ ആ സീൻ കാണാനായിട്ട് പറ്റുക കേട്ടോ. അപ്പൊ അർജുൻ എന്താണ് അഭിയോട് പറയാൻ പോകുന്നത് എന്നറിയില്ല. മിക്കവാറും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അഡ്വക്കേറ്റ് അഞ്ജലി ഇഷ്ടമാണ് എന്നുള്ളൊരു സംഭവം അർജുന്റെ വായിൽ നിന്ന് തന്നെ അഭി നാളെ മിക്കവാറും കേൾക്കേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ കുറെ ഇങ്ങനെ മൊത്തത്തിൽ ഒരു സീനുകളായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്, അമ്മായി വന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്, നീ കല്യാണം മുടക്കി, അങ്ങനെയാണ് ആര്യയുടെ കല്യാണം വന്നപ്പോൾ നീ മുടക്കി, അപ്പോ നീ ഏത് കല്യാണം വന്നാലും നീ മുടക്കുകയാണ്, അവസാനം നിന്റെ അച്ഛനെ പോലെ വായി പൊളിച്ച് ആകാശത്തേക്ക് നോക്കിയിരിക്കേണ്ടി നിനക്ക് വരും എന്ന് പറഞ്ഞിട്ട് അമ്മായി കുറ്റപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സീനോട് കൂടിയിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും പുറമേയുടെ ആദ്യ ഭാഗം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. അതായത് ആര്യ വളരെ കാര്യത്തിൽ വന്ന് അർജുൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ആര്യയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞില്ലേ എങ്കിലും തൽക്കാലം പത്മ കേസിൽ നിന്നും ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ അഞ്ജലിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ കല്യാണം ആ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ ഇത് തുറന്നു പറയാനായിട്ടുള്ള ഒരു അവസരം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല, അഞ്ജലി കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ ആര്യ പറഞ്ഞിരുന്നു, ഈ സംഭവമല്ല, ഞാൻ എന്താണെങ്കിലും പറഞ്ഞുകൊള്ളാം, അർജുൻ വിഷമിക്കാതിരിക്കുക, ഞാൻ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നൊരു വാക്ക് ആര്യ ശരിക്കും പറഞ്ഞ് നമ്മുടെ അർജുനോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സോൾവ് ആക്കാം, അഞ്ജലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആര്യ ആ അർജുൻ വെച്ചിരുന്ന ലെറ്ററും ആ ചരടും കൊണ്ടൊക്കെ ചെല്ലുന്നത്. ഈ സമയത്താണ് ആര്യ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഞ്ജലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഒരു ഇഷ്ടപ്പെട്ടില്ല അഞ്ജലിയുടെ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. എത്ര നാൾ ഒരാൾ പറയുന്നത് കേൾക്കാതെ ഇങ്ങനെ നടക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ എന്താണെങ്കിലും അങ്ങനെ സംഭവം ഉണ്ടായി കേട്ടോ. അപ്പൊ പ്രൊമോയിൽ രണ്ടാമത് കാട്ടിയ സീൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരാളെ രക്ഷിച്ച് നമ്മുടെ അഞ്ജലി രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു. അപ്പൊ ഈ സംഭവമായി ബന്ധപ്പെട്ട ഒരു കേസ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹാജരാകണം എന്ന് ഒരു കോൾ ഇന്ന് നമ്മുടെ അഞ്ജലിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിരുന്നു കേട്ടോ. അപ്പൊ അതിന് എന്താണെങ്കിലും നമ്മുടെ അഞ്ജലി പോയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രൊമോയിൽ കാണാം. പക്ഷെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെല്ലുമ്പോൾ അയാളെ ഇടിച്ച ഒരാൾ ദേ പോലീസുകാരനായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ അഞ്ജലി ആകെ ഷോക്കഡ് ആയി പോകും. അതായത് ഒരു പോലീസുകാരൻ തന്നെയാണ്, ഈ പോലീസുകാരൊക്കെ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ള സത്യം അഞ്ജലി തിരിച്ചറിയാണ് കേട്ടോ. അവിടെ തരകൻ SI ആണുള്ളത്. തരകൻ SIയോട് പറയും, ഇയാളാണ് ചെയ്ത്, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയും. അപ്പൊ തരകൻ വളരെ പുച്ഛിക്കുകയാണ് കേട്ടോ അഞ്ജലി. എന്താണെങ്കിലും ഈ സംഭവം മിക്കവാറും ജാഫറിന്റെ അടുത്ത്, CI ജാഫറിന്റെ അടുത്ത് മിക്കവാറും അഞ്ജലി ഈ കാര്യങ്ങളൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും ആ ഒരു സംഭവം നമ്മൾ ആദ്യമേ പറഞ്ഞു വരുന്നത് ഇത് വലിയൊരു സംഭവമാണ്, എന്തോ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ട് പോവുകയാണ് അഞ്ജലിയുടെ ജീവിതത്തിൽ നിന്ന്. എന്താണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്, ആ ഒരു ട്രാക്കിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക.
അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.